Hey guys, welcome back to my channel Mr. Parrot Gaming guys. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബസ് സിമുലേറ്റർ ആയിട്ടാണ് guys. അപ്പോൾ നമ്മൾ ഇന്ന് ബസ് സിമുലേറ്ററിൻ്റെ ഒരു സ്റ്റോറി മോഡാണ് കളിക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബസ് എടുക്കാൻ പോവുകയാണ് guys. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക guys. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. guys, അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന വണ്ടി താറാണ്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് പോകാം. നമുക്ക് ഇവിടെ നേരെ വണ്ടി എടുത്തോണ്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ഗെയിമിനകത്ത് ഇതൊരു സ്റ്റോറി മോഡായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഗൈസ്, പിന്നെ നമ്മുടെ ബസ്സിന് ഗ്രാഫിക്സ് ഒക്കെ നമ്മൾ ഇന്ന് അടിക്കുന്നതായിരിക്കും. നമ്മൾ ബസ് പോയി എടുത്തുകൊണ്ട് വരുന്ന ഉടനെ തന്നെ നമ്മൾ കൊണ്ടുപോയി കയറ്റിയിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് പോയി എടുക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഗ്രീൻ ലൈറ്റ് ആയിരുന്നു, നമുക്ക് പോവാം. കൊടുത്തിട്ട് വാങ്ങാം ഗൈസ്, നമുക്ക് നീ പോവാൻ. ഇനി ഫുള്ള് ഹൈവേ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഹൈവേ നമുക്ക് പറപ്പിക്കാം. വണ്ടിക്ക് നമ്മൾ ചെറുതായിട്ട് വര കൊടുത്തിട്ടുണ്ട് ടാങ്കുള്ളവർക്ക്. നമ്മൾ 100-110 പറക്കുവാണ്. പിന്നെ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി പോയി കാണുക.
ഗൈസ് പിന്നെ നിങ്ങൾക്ക് ഏത് ഗെയിം വേണമെന്ന് പറഞ്ഞാൽ നമ്മളതെല്ലാം കളിക്കുന്നതായിരിക്കും ഗൈസ്. ഗൈസ് അടുത്ത സ്ഥലമായിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് ബസ് എടുക്കാനുള്ളത്. ഇവിടെ എവിടെയോ ആണ് ഗൈസ് നമുക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ഈ ട്രെയിനൊക്കെ പോകുന്നുണ്ട്, സൗണ്ടൊക്കെ. ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് ഗൈസ് പോകേണ്ടത്. ഇതിൻ്റെ ബാക്കിലാണ് ഗൈസ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മളെ താരം ഇങ്ങോട്ട് കയറ്റിയിടാം. നമ്മൾ പേയ്മെൻ്റൊക്കെ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. നമുക്ക് വണ്ടി എടുത്തോണ്ട് പോയാൽ മാത്രം മതി. ഇവിടെ താരം എന്തായാലും ഗൈസ് മാറ്റിയിടാം. അപ്പുറത്തെ സൈഡിൽ കൊടുക്കാം ഗൈസ്. സോ ഹേ ഗൈസ്, അപ്പോൾ നമ്മളത് തിരിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി ബാക്കിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ താക്കോലെല്ലാം വാങ്ങിച്ച് ഇനി നമുക്ക് വണ്ടിയിൽ നിന്ന് നേരെ പോയാൽ മാത്രം മതി ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ഇതാണ് ഗൈസ് നമ്മുടെ ചെറുക്കൻ. ഇനി നമുക്ക് കൊണ്ടുപോയി ഈ സ്റ്റിക്കെല്ലാം പറിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ നെയിമെല്ലാം പറിച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഇത് ആക്കിയെടുക്കാം. കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് ഇതിൻ്റെ ബാക്ക്. ഇതാണ് വണ്ടിയുടെ ചുറ്റും എന്നാണ് കാണിച്ചത്. അത്യാവശ്യം കൊള്ളാം ഗൈസ്, നല്ലൊരു വണ്ടി തന്നെയാണ്. സെക്കൻഡാണ് ഗൈസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വർക്കും കുഴപ്പമില്ലാതെ കയറിയുള്ളതുകൊണ്ട് നമുക്ക് പൈസ കിട്ടി. അത്യാവശ്യം നല്ല വർക്കും വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ഇവനെ എടുത്തോണ്ട് വിടാം ഗൈസ്. നേരെ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോകാം ഗൈസ്. എന്നാലും വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ സ്റ്റിക്കർ വർക്ക്ഷോപ്പിലോട്ട് പോകാം ഗൈസ്. വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ജീപ്പ് നമ്മൾ അവിടെ എന്തുവാ അപ്പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങേ സൈഡിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ബസ് എടുത്തോണ്ട് നേരെ പോകാം ഗൈസ്. പോകുന്നവർക്ക് പെട്രോളും കൂടി ഒന്ന് അടിക്കണം ഗൈസ്. വണ്ടിക്ക് പെട്രോൾ കുറവാണ്. ഫ്രണ്ട് തട്ടും കേസ് ബാക്ക് ജസ്റ്റ് ഒന്ന് എടുത്തേക്കാം. നമുക്ക് ഇനി പോവാം.
പറപ്പിക്കാൻ പോകുന്ന വഴി പെട്രോളും കൂടി അടിച്ചിട്ട് പോകും ഗൈസ്. പെട്രോൾ പമ്പ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഇവിടെ കാണുവാണെങ്കിൽ എന്തായാലും ഒന്ന് അടിച്ചേ എടുത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ സിറ്റിയിലോട്ട് പോകുമായിരിക്കും. അടുത്ത മെയിൻ ഹൈവേയിൽ പെട്രോൾ പമ്പ് ഉണ്ട് ഗൈസ്. അവിടെ നിന്ന് വേണം ഇനി അടിക്കാൻ. അല്ലാതെ ഇവിടെ ഇല്ല. എനിക്ക് ഇവിടെ എവിടെയാണെന്ന് അറിഞ്ഞൂടെ ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം ഗൈസ്. ആദ്യം പെട്രോൾ പമ്പിൽ തന്നെ പോകണം. എൻ്റെ വണ്ടിക്ക് പെട്രോളില്ല, കഴിക്കണം ഗൈസ്. ടോൾ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി പോകുന്ന നമ്മൾ ടോൾ കൊടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ പെട്രോൾ പമ്പിൽ കയറണം. അവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് സിറ്റിയിലോട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് പോകണം. നമ്മൾ സ്റ്റിക്കർ വർക്കൊക്കെ അടിക്കാൻ ഇതിലും വണ്ടിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ഇവിടെ അടുത്തായിട്ടാണ് ഈ പെട്രോൾ പമ്പ് വരുന്നത്. നമുക്ക് അവിടെ കയറി പെട്രോൾ അടിക്കണം. നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. നമുക്കിനി അത് പെട്രോൾ അടിച്ചിട്ട് കാണാം ഗൈസ്. Mulai dari angka 0 ya. Terima kasih, hati-hati di jalan. പെട്രോൾ എല്ലാം അടിച്ച് വണ്ടി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ടാങ്കിലോട്ട് നമുക്ക് മാറിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളത് അവിടെ നമ്മുടെ സിറ്റിയിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ നമ്മുടെ വണ്ടി ഉണ്ട്, നമ്മുടെ സ്റ്റിക്കർ ചെയ്യുന്ന കടയിലോട്ട് പോകും. അത് ഒരു വാഷിംഗ് ഏരിയയും കൂടിയാണ്. നമ്മുടെ വണ്ടി ഇത്ര ഓടിയെന്നാൽ നല്ല അഴുക്കാണ് ഗൈസ്, അതും കൂടി ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കണം. അപ്പം അവിടെ തന്നെ നമുക്ക് തന്നെ പോവാം. ഇവിടുന്ന് കുറച്ചടുത്താണ് ഗൈസ്. നിങ്ങൾ ഇൻട്രോയിൽ എൻ്റെ വീട് കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഇവിടുന്ന് കുറച്ചും കൂടി ദൂരമേ ഉള്ളൂ, 2-3 മീറ്റർ പോലും കാണത്തില്ല, അത്ര അടുത്താണ് ഗൈസ്. ഈ ഒരു വളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ എത്തുന്നതാണ് ഗൈസ്. പിന്നെ നമുക്ക് അറിയാവുന്ന ഷോപ്പാണ്, നമുക്ക് വില കുറച്ച് സ്റ്റിക്കറൊക്കെ ചെയ്ത് തരും ഗൈസ്. ഇതാണ് ഗൈസ് ഷോപ്പ്. വണ്ടി ഇങ്ങോട്ട് കയറ്റാം. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, അപ്പോൾ ഇവിടെ കയറ്റിയിടാനാണ് ഗൈസ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിടാനാണ് ഗൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് വണ്ടി ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് നല്ല പൊടിയുണ്ട് ഗൈസ്. അപ്പം വണ്ടിയുടെ ഇപ്പോഴത്തെ പേര് നമ്മളിനി നമ്മുടെ പേരിലോട്ടൊക്കെ വണ്ടി നമ്മുടെ ഇതായിട്ടാക്കുന്നതായിരിക്കും ഗൈസ്. ഇതാണ് ഗൈസ് വണ്ടിയുടെ ഇപ്പോൾ മൊത്തത്തിലുള്ള കോലം, ഫുൾ അഴുക്കാണ് ഗൈസ്. അപ്പം നമുക്ക് ഞാൻ ചോദിച്ചാൽ പറഞ്ഞാൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് ഗൈസ്. ഓക്കെ, അപ്പം ഇത് ലോങ് വീഡിയോ ആണ് ഗൈസ്. അപ്പം നമുക്കിനി അടുത്തൊരു പാർട്ടായിട്ട് വരാം ഗൈസ് ഈ വണ്ടിയുടെ ബാക്കി വീഡിയോയുമായി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.